ചേന്നമംഗലം കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ട ജിതിൻ ബോസ് അന്നത്തെ ദിവസം ഓർത്തെടുക്കുന്നു. ജനുവരി 16 ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അയൽവാസിയായ ഋതു തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ 112 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ജിതിൻ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. ലഹരിക്കടിമയായ ഋതുവിന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് ജിതിൻ പോലീസിൽ പരാതി നൽകിയത്. ജിതിൻ വിദേശത്തായിരുന്നപ്പോൾ ഋതു ജിതിന്റെ ഭാര്യയടക്കം ശല്യം ചെയ്തിരുന്നു. മാത്രമല്ല പല രാത്രികളിലും വീടിന്റെ ഗേറ്റ് ചവിട്ടി തകർത്തു. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇത്ര ക്രൂരമായി ആക്രമിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പരാതി നൽകില്ലായിരുന്നുവെന്നാണ് ജിതിൻ പറയുന്നത്. നമ്മുടെ ബൈക്കിന്റെ ഷോക്കപ്സർ അതും കൊണ്ടുവന്നിട്ട് ആദ്യം ചിന്നുവിനോട് സംസാരിച്ച് ചിന്നുവിൻ്റെ തലക്കടിക്ക്. ചിന്നുവിൻ്റെ ഒച്ചയായിട്ടാണ് ഞാൻ ഹാളിലോട്ട് വന്നത്. അപ്പം ഈ ഋതു എന്ന് പറഞ്ഞവൻ അവളെ തലക്കടിച്ച് വിട്ടതാണ്. അത് കണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം നേരെ അവൻ എൻ്റെ തലക്കടിച്ച് എന്നെ ഒന്നും പറഞ്ഞില്ല, നേരെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. ജനുവരി 16 വൈകുന്നേരം 6:30 ജിതിന്റെ വീട്ടിലെത്തിയ ഋതു ചേന്നമംഗലം പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെ ബൈക്കിന്റെ ക്രാഷ് ഗാർഡ് കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട വിനീഷയുടെ ഭർത്താവാണ് ജിതിൻ. ഋതുവിന് അന്ന് ഒരൊറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്: ജിതിന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുക. കാരണം ഒന്നു മാത്രം, പക. തനിക്കെതിരെ പരാതി നൽകിയതിലുള്ള പക ഋതു മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. കേസ് കുറച്ച് ചോദിക്കും. പിന്നെ അവന് എന്ത് ചെയ്താലും അവിടെ ആരും മിണ്ടൂല. അങ്ങനത്തെ ഒരു ഇതും കൂടി അവനുണ്ടായിരുന്നു. അവൻ നമ്മ വന്നപ്പോഴാണ് നമ്മൾ കേസ് കൊടുക്കണത്. അങ്ങനെ അപ്പുറത്തെ വീട്ടുകാരും കേസ് കൊടുത്തിട്ടുണ്ടായി. അപ്പം പിന്നെ പറയണ്ടായി 2 വീടും കൂടി നോക്കി വെച്ചിട്ടുണ്ട്. അവരെ പച്ചക്ക് കത്തിക്കുമെന്ന് പറയണ്ടായി, വീട് തീർന്നു പറയണ്ടായി. 12 വയസ്സ് മാത്രമുള്ള പെൺകുട്ടികളുടെ മുന്നിലിട്ടാണ് അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി സ്ഥലത്തു നിന്നും മടങ്ങിയതെന്ന് പോലീസ് പറയുന്നു. ലഹരിക്ക് അടിമയായിരുന്ന ഋതു ആക്രമണം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഋതു ആദ്യം ആക്രമിച്ചത് വിനീഷയെയാണ്. ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലയ്ക്കടിച്ചത്. കൊല്ലപ്പെട്ട 3 പേർക്കും മുഖത്തും തലയിലുമാണ് പരിക്കുകൾ. കഴുത്തിനു താഴെ കാര്യമായ പരിക്കുകളില്ല. വേണുവിന്റെ തലയിൽ 6, വിനീഷയുടെ തലയിൽ 4, ഉഷയുടെ തലയിൽ 3 മുറിവുണ്ട്. 8 സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ജീവിതത്തിനും മരണത്തിനുമിടയിൽ മല്ലിട്ടത് 112 ദിവസം. തലയോട്ടി പൊട്ടിയ ജിതിനു പലതവണ ശസ്ത്രക്രിയ നടത്തി. പറക്കമുറ്റാത്ത 2 പെൺകുട്ടികളുമായി ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ജിതിൻ. ന്യൂസ് മലയാളം, കൊച്ചി.